ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് CSEB പരീക്ഷ നടത്തിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. അതിൻ്റെ ആൻസേഴ്സും ഏതാണെന്നുള്ളതും ആൻസറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 1997/19. നമുക്കറിയാം CSEB 160 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻ കോപ്പറേഷനിൽ നിന്നും, 40 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, 40 ക്വസ്റ്റ്യൻ മാത്സ്, 40 ക്വസ്റ്റ്യൻ GK എന്നീ തലങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 2 മണിക്കൂറാണ് എക്സാം ടൈം എന്ന് പറയുന്നത്. ഓരോ ക്വസ്റ്റ്യനും 1/2 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അതിലേകദേശം 80-ലാണ് അപ്പോൾ മാർക്ക് വരിക അല്ലേ. ഒരു 60, 63 റേഞ്ചിലൊക്കെ മാർക്ക് കിട്ടുന്ന ആളുകൾക്കൊക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ GK ഇംഗ്ലീഷ് മാത്സ് ഒഴിവാക്കി വെറും കോപ്പറേഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ബാങ്ക്സ് ആർ കാൾഡ് ഡാഷ് because they invest or lend funds of depositors who themselves are unable to lend their funds due to risk. ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആണ്. എന്തുകൊണ്ടാണ് എന്തോ ആണെന്ന് പറയാൻ കാരണം ദ ഇൻവെസ്റ്റ് ഇൻ ഫണ്ട്സ്. അവർ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെൻഡ് ഫണ്ട് അല്ലേ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും അവർ ഫണ്ടുകളൊക്കെ ലെൻഡ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി അത് മറ്റുള്ള ആളുകൾക്ക് ലെൻഡ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, റിസ്ക് എടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവരെന്ത് പറയാം, നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ ബാങ്ക് അല്ലാത്ത മറ്റുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഏജൻ്റ് ആണോ? അല്ല, അവർ ഡീലിംഗ് മാത്രമല്ല നടത്തുന്നത്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആയത്? അവർ ഡെപ്പോസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങി അവർക്ക് സെർട്ടൻ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുത്ത് ആ പൈസ വേറെ ആർക്കോ ആവശ്യമുണ്ട് അല്ലേ, ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആര്? ബാങ്ക്. അതുകൊണ്ടാണ് ബാങ്ക്സ് ആർ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്ന് അറിയപ്പെടുന്നത്. ബാങ്ക്സ് എന്താണ്, ഒരു ഇൻ്റർമീഡിയറി ആണ്, ഇടനിലക്കാരനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് പോർഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ക്യാൻ ബി ലെൻഡ് ബൈ വേ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്? ഒരു ബാങ്കിൻ്റെ എത്ര പോർഷനാണ്, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ എത്ര പോർഷനാണ് അവർക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. എത്ര പോർഷനാണ് കൊടുക്കാൻ പറ്റുക? അവർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് സ്റ്റാറ്റ്യൂട്ടറി നിർബന്ധപൂർവം നിയമപ്രകാരം നിർബന്ധമായിട്ടും റിസർവ് ചെയ്ത് വെക്കേണ്ട എമൗണ്ട് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ്, നമുക്കറിയാം 2 സ്റ്റാറ്റ്യൂട്ടറി, പ്രധാനമായിട്ടൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 2 സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടാവുക. ഒന്ന് നമ്മൾ ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് RBI ഏറ്റെടുത്ത ബാങ്കുകളൊക്കെ ആണെങ്കിൽ, അതായത് അർബൻ ബാങ്ക് പോലെയുള്ള ബാങ്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, CRR അർബൻ ബാങ്കിലേക്ക് കൊണ്ടുപോയി RBI കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അവർ എത്ര പെർസെൻറ്റേജ് നമ്മോട് പറയൂലേ, ആ പെർസെൻറ്റേജ് നമ്മുടെ ബാങ്കിൽ തന്നെ റിസർവ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലോണായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 3-4 ഓപ്ഷനിൽ പറയുന്നതാണ് ആഫ്റ്റർ മീറ്റിംഗ് ക്യാഷ് റിസർവ് റേഷ്യോ, CRR വെച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് ലെൻഡ് ചെയ്യാമെന്നാണ്. പറ്റുമോ? ഇല്ല. ആഫ്റ്റർ മീറ്റിംഗ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കിയില്ലേ പറ്റുമെന്നാണ്. അതും പറ്റൂല. ഇനിയോ ആഫ്റ്റർ മീറ്റിംഗ് CRR ആൻഡ് CRRഉം SLRഉം മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ആഫ്റ്റർ മീറ്റിംഗ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷുഡ് ഹാവ് പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ റുപ്പീസ്. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ ഷെയർ ക്യാപിറ്റൽ മിനിമം എത്ര ആയിരിക്കണം എന്നാണ്. ഒരു ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അവരുടെ എന്താണ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്? ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ബാങ്കുകളെയാണ് എന്ത് പറയാം? ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയാം അല്ലേ? സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ട് പ്രകാരം. അപ്പോൾ ഒരു ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് എത്ര രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണമെന്നാണ്? മിനിമം എത്ര വേണമെന്നാണ് ചോദ്യം. എത്ര മതി? 5 ലക്ഷം രൂപ മതി അല്ലേ? അപ്പോൾ ഒരു പുതിയ ഒരു സ്മാൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങാൻ എത്ര രൂപ വേണം? ഷെയർ ക്യാപിറ്റൽ 100 കോടി വേണം. ഒരു പേയ്മെൻറ്റ് ബാങ്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 100 കോടി രൂപ വേണം. ഇവിടെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് എത്ര രൂപ മാത്രം മതി? 5 ലക്ഷം രൂപ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഈസ് എ ഡാഷ് പാറ്റേൺ. മിക്ക സംസ്ഥാനങ്ങളിലും ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എത്ര ടയർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഷോർട്ട് ടേം ആൻഡ് മീഡിയം ആണ് ചോദിച്ചതെങ്കിൽ അതിൻ്റെ ആൻസർ 3 ആണ് അല്ലേ? നമുക്ക് കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ പ്രൈമറി നമ്മൾ സാധാരണ സഹകരണ സംഘങ്ങളൊക്കെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഇങ്ങനെ 3 ടയറാണ് ഇതിനുണ്ടാവുക. ലോങ് ടേം അല്ല, മീഡിയം ആൻഡ് ഷോർട്ട് ടേം ആണെങ്കിൽ. പക്ഷെ നമ്മോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, ലോങ് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഉള്ളൂ. ഏതൊക്കെയാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും പിന്നെയോ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കും, KS കാർഡ് ബാങ്കും P കാർഡ് ബാങ്കും. ഓക്കെ, ആകെ 2 ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 2 ടയറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്നാണ് സെറ്റപ്പ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. എന്നാണ് 1935 എന്നാൽ RBI ആദ്യം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇപ്പോൾ മുംബൈ ആണ്. എന്നാൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആദ്യം 1935 എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. അത് 1937 മുംബൈയിലേക്ക് മാറ്റിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഒഫീഷ്യൽ വു ടേക്സ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട് ഓഫ് കോപ്പറേറ്റ് സൊസൈറ്റീസ്. കോപ്പറേറ്റ് സൊസൈറ്റീസിലെ ഡിസ്പ്യൂട്ട് തീരുമാനിക്കുന്ന ആൾ ആരാണെന്ന ക്വസ്റ്റ്യൻ. ഡിസ്പ്യൂട്ട് 2 തരത്തിൽ ഡിസ്പ്യൂട്ട് ആവാം. ഏതൊക്കെയാണ്? മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ടാവും. മോണിറ്ററി ഡിസ്പ്യൂട്ട് കൈകാര്യം ചെയ്യുന്നത്, അതായത് പൈസപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഈ നോൺ മോണിറ്ററി, ഇപ്പോൾ ഇലക്ഷൻ്റെത് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളാണുള്ളതെങ്കിൽ അത് തീരുമാനിക്കുന്ന ആരാണ്? ആർബിട്രേറ്ററാണ്. ഇവിടെ നമ്മൾ ഏതാണ് ഓപ്ഷൻ? ആർബിട്രേറ്ററാണ്. രജിസ്ട്രാർ ഓപ്ഷനിലില്ല. പിന്നെ നമ്മുടെ ഇത് തിരിച്ച് പറഞ്ഞിട്ടുമില്ല, മോണിറ്ററി ആണോ നോൺ മോണിറ്ററി ആണോ തിരിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആൻസർ ഏതാണ്? ആർബിട്രേറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അഫിലിയേഷൻ ഫീ ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലോ റിസർവ് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയാണോ അതിനനുസരിച്ചാണ് എന്ത് കൊടുക്കുന്നത്? അഫിലിയേഷൻ ഫീ കൊടുക്കുന്നത് ഇല്ലേ? ഷെയർ ക്യാപിറ്റൽ 40 ലക്ഷം രൂപക്ക് മുകളിലുണ്ടെങ്കിൽ 2000 രൂപയാണ് അഫിലിയേഷൻ ഫീ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 100, 200, 500 പറഞ്ഞിട്ടൊരു കണക്കുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അസോസിയേറ്റ് മെമ്പറിൻ്റെ പറയുന്ന മറ്റൊരു പേര് നമുക്കറിയാം. അസോസിയേറ്റ് മെമ്പർ ഓർ നോമിനൽ മെമ്പർ. നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ ഒരു ഓറിട്ട് പറയുന്നതാണ്. ഇവിടെ നോമിനൽ മെമ്പറാണ് ആൻസർ. അടുത്തത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലേ, 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മാക്സിമം ഡിവിഡൻഡ് ഫിക്സഡ് എത്രയാണെന്ന്? ഡിവിഡൻഡ് എത്ര കൊടുക്കാൻ പറ്റുള്ളൂ? 25%. എന്നാൽ റിസർവിലേക്ക് എത്ര മാറ്റണം? മിനിമം 15% അല്ലേ? പിന്നെ മെമ്പർ റിലീഫ് ഫണ്ടിക്ക് എത്ര മാറ്റണം? 10%. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിക്ക് എത്ര മാറ്റണം? 7%. എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മിനിമം എത്ര മാറ്റണം? 5%.
ഇവിടെ നമ്മൾ ചോദിച്ചത് മാക്സിമം ഡിവിഡൻ്റ് ആണ്. എത്ര കൊടുക്കാൻ പാടുള്ളൂ? 25%. 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ 25 രൂപ വരെ ഡിവിഡൻഡ് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൺട്രോൾ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ്സ്. ഡെമോക്രാറ്റിക് കൺട്രോൾ പണ്ട് മുതലേ പഠിച്ച സംഗതിയാണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. 1994 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ കമ്മിറ്റി ഹെഡ് ചെയ്തത് ആരാണ്? നമുക്കറിയാം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് റിവ്യൂ ചെയ്തത് ഏത് വർഷമാണ്? 1995 അങ്ങനെ 7 തരത്തിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റി. അത് ആരാണെന്നല്ല ചോദിച്ചത്. അത് 1992 കാനഡയിലുള്ള ഇവാൻ മാക്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുകയും അദ്ദേഹം 1994 അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? 1995 ഇതിൻ്റെ പുതിയ പ്രിൻസിപ്പിൾസ് വന്നത്. അപ്പോൾ ആൻസർ ആരാണ്? ഇവാൻ മാക്പേഴ്സൺ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് റിക്വയർ മിനിമം ഡാഷ് മെമ്പേഴ്സ്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് മിനിമം എത്ര ആൾ വേണമെന്നാണ്? പാർട്ണർ ആണെങ്കിൽ പാർട്ണർഷിപ്പിന് എത്ര ആൾ മതി? 2 ആൾ മതി. പക്ഷെ ഇവിടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പോൾ മിനിമം 7 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത്. ഇൻ 1826 റോബർട്ട് ഓവൺ സെറ്റപ്പ് എ വില്ലേജ് കമ്മ്യൂണിറ്റി നോൺ ആസ്. റോബർട്ട് ഓവൺ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വില്ലേജ് കമ്മിറ്റിയാണ് എന്ത്? ന്യൂ ഹാർമണി ഇൻ USA. ആണ്. ഓക്കെ. അപ്പോൾ റോബർട്ട് ഓവൺ ഉണ്ടാക്കിയിട്ടുള്ള വില്ലേജ് കമ്മ്യൂണിറ്റി പറയുന്നവരാണ് ന്യൂ ഹാർമണി. യൂണിക്കോപ്പ് എവിടെയാണ്? ജപ്പാനിലാണ്. 1961. ഇദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് മിഡിൽ മാൻ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ലേബർ എക്സ്ചേഞ്ച് എന്നുള്ള പരിപാടി. ആര്? റോബർട്ട് ഓവൺ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ. പോവർട്ടി, ഡിസീസ് ആൻഡ് ക്രൈം were all due to the existing social and economic conditions and cooperative were the possible solution. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരുതാന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവർട്ടി അസുഖങ്ങളൊക്കെയാണ് അവിടെ കുറ്റകൃത്യങ്ങളൊക്കെ എന്തിൻ്റെ കാരണമാണ്? സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ, കോപ്പറേറ്റീവ്സ് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ വില്യം കിങ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പോവർട്ടി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. പോവർട്ടി, ഡിസീസ് എന്ന ഏതെങ്കിലും ഒരു വേർഡ്, ഏതെങ്കിലും ഒരു കീവേഡ് വെക്കുക, ആ കീവേഡ് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ആർ കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആദ്യത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത് ആരാ? റോക്ക്ടെയിൽ പൈനേഴ്സ്. ഏത് വർഷം? 1860. റോക്ക്ടെയിൽ പൈനേഴ്സ് ഉണ്ടായതെന്നാണ് 1844. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ 1860 റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് 60 lakh and his paid up share capital is rupees 45 lakh. What is the amount to be paid as affiliation fee to the state cooperative union? നമ്മൾ നേരത്തെ പറഞ്ഞു അഫിലിയേഷൻ ഫീ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക? ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക, അല്ലേ? അതിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഇത്ര രൂപക്ക് മുകളിലാണെങ്കിൽ അത് കൂടുതലായിട്ട് പറയാനുണ്ട്. ഓരോ എമൗണ്ട് അനുസരിച്ച് എന്ത് ചെയ്യും? അത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നമുക്കറിയാം അവിടെ 2000 രൂപയാണ് എന്ത് കൊടുക്കേണ്ടത്? അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മോട് പറഞ്ഞു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 45 ലക്ഷം രൂപയാണ്. 45 ലക്ഷം രൂപയാണെങ്കിൽ അവിടെ എത്ര രൂപ അഫിലിയേഷൻ ഫീ കൊടുക്കേണ്ടി വരും? 2000 രൂപയാണ് അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടത്. അടുത്തത്. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ പ്രൈമറി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ₹9,500. ഒരു പ്രൈമറി വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 9,500 വാട്ട് ഈസ് ദി എമൗണ്ട് ടു ബി പെയ്ഡ് ആസ് ഓഡിറ്റ് ഫീസ്? അവർ എത്ര രൂപ ഓഡിറ്റ് ഫീസ് കൊടുക്കണമെന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ 10,000 രൂപയിൽ താഴെയാണെങ്കിൽ പിന്നെ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും അവിടെ ഓഡിറ്റ് ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
ആൻ ഓഡിറ്റ് മെയ്ഡ് കമ്പൽസറി ബൈ ലോ ഈസ് നിയമപ്രകാരം നിർബന്ധപൂർവം ചെയ്യേണ്ട ഓഡിറ്റിന് പറയുന്ന പേരെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ആണോ? അല്ല, അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇന്ററിംഗ് ഓഡിറ്റ്, രണ്ട് ഓഡിറ്റുകൾക്കിടയിൽ നടത്തുന്ന ഓഡിറ്റ്, 2 വർഷത്തിലെ ഓഡിറ്റുകൾക്കിടയിൽ നടത്തുന്ന ഓഡിറ്റാണ് ഇന്ററിംഗ് ഓഡിറ്റ്. അത് എന്താണ്? കമ്പൽസറി ആണോ? അല്ല. നിയമപ്രകാരം 1 വർഷത്തിൽ 1 തവണയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എപ്പോഴാണ് ചെയ്യേണ്ടത്? വിത്തിൻ 6 months ഫ്രം ദി ക്ലോസർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ആദ്യത്തെ 1 മാസം, അതായത് മാർച്ച് 31 1 വർഷം കഴിഞ്ഞാൽ, കോപ്പറേറ്റ് ഇയർ ഇപ്പോൾ എന്താണ് 1997 മുതൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ സാധാരണ ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് കോപ്പറേറ്റീവിലും പിന്തുടരുന്നത്. അപ്പോൾ അത് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യണം? 6 മാസത്തിനകം, ഓരോ വർഷം കഴിഞ്ഞ 6 മാസത്തിനകം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആദ്യത്തെ 1 മാസം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കലാണ്, അല്ലേ? ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടാക്കലാണ്. രണ്ടാമത്തെ 1 മാസം എന്ന് പറയുന്നത് അവർ മാനേജിങ് കമ്മിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെയുള്ള 4 മാസങ്ങൾ കൊണ്ടാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്? അവിടെ ഓഡിറ്റ് ചെയ്യുക. അങ്ങനെ മൊത്തം 6 മാസം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആദ്യത്തെ 1 മാസം ആർക്കുള്ളതാണ്? പുതിയ റെക്കോർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ മാസം ഈ ഒരു മാനേജിങ് കമ്മിറ്റിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള 4 മാസം കൊണ്ടാണ് ഓഡിറ്റ് ചെയ്ത് തീർക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പല രീതിയിൽ വരും. എത്ര മാസം കൊണ്ടാണ് ഓഡിറ്റ് ചെയ്ത് തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം കൊണ്ട്. എന്നാൽ ചോദിക്കും എത്ര ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് എത്ര സമയത്തിനുള്ളിലാണ് ഓഡിറ്റ് തീർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 6 മാസമായിട്ടാണ് അവിടെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഓഡിറ്റ് കോസ്റ്റ് ഈസ് റിലേറ്റഡ് ടു. ഏത് ഓഡിറ്റിനാണ് ഓഡിറ്റ് കോസ്റ്റ്? ഏതിനാണ്? കൺകറൻറ്റ് ഓഡിറ്റിനാണ് ഓഡിറ്റ് കോസ്റ്റ്, അല്ലേ? ഫൈനൽ ഓഡിറ്റിലാണ് എന്താണ്? ഓഡിറ്റ് ഫീ ആണ്. എന്നാൽ നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടാത്ത ഓഡിറ്റ്, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തുകയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ എന്നും ഒരാൾ വന്ന് ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഓഡിറ്റ് കോസ്റ്റ് ആണ്, അല്ലാതെ എന്തല്ല? ഓഡിറ്റ് ഫീ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് വിച്ച് എറർ ഡസ് നോട്ട് അഫക്റ്റ് ദി എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്? താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ട്രയൽ ബാലൻസിനെ ബാധിക്കാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നോട്ട് അഫക്റ്റ് ദി എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റി വന്നാലും നമുക്ക് എന്ത് ചെയ്യില്ല? ട്രയൽ ബാലൻസിനെ ബാധിക്കൂല. ഏതൊക്കെയാണ്? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. പകുതി വിട്ടുപോവുക, ഒരു പാർശ്യം വിട്ടുപോവുക നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ, അതെന്ത് ചെയ്യും? ട്രയൽ ബാലൻസ് അതറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതല്ല ആൻസർ. അടുത്തത് എറർ ഓഫ് കമ്മീഷൻ. തെറ്റുപറ്റി പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ ഒരു ട്രയൽ ബാലൻസ് വരയ്ക്കുന്നതും എഴുതുന്നതും. അതുകൊണ്ട് തന്നെ അതുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു നോളഡ്ജും ഇല്ല. ആ നോളഡ്ജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറ്റുന്നതാണെങ്കിൽ അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. ട്രയൽ ബാലൻസിൽ നിന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് വന്നിട്ടുണ്ടാവും. അതെന്തായാലും അവിടെ ഡിഫറൻസസ് വരില്ല. അപ്പോൾ ഏതാണ് ആൻസർ? ട്രയൽ ബാലൻസിനെ ബാധിക്കാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെ എഴുതണം? എറർ ഓഫ് പ്രിൻസിപ്പിളാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഏരിയ ഓഫ് ഓപ്പറേഷൻ പീക്കാർഡ് ബാങ്ക്, അല്ലേ? പീക്കാർഡ് ബാങ്ക് മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈസ് കൺഫൈൻ ടു. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ലോങ് ടേം ലോൺ കൊടുക്കുന്ന 2 ആളുകളേ ഉള്ളൂ, 2 ടയറാണ്. ഒന്ന് കേസ് കാർഡ് ബാങ്കും മറ്റൊന്ന് പീക്കാർഡ് ബാങ്കും. കേസ് കാർഡ് ബാങ്ക് ഓൾ കേരള ലെവലിലാണെങ്കിൽ ഇവിടെ പീക്കാർഡ് ബാങ്ക് എന്താണ്? ഒരു താലൂക്ക് ലെവലിലാണ് ഉണ്ടാവുക. ഒരു താലൂക്കിന് 1 എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഏരിയസ് ഓപ്പറേഷൻ പീക്കാർഡ് ബാങ്ക് ഏതാണ്? 1 താലൂക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വിഡ്രോയിങ് ദി എമൗണ്ട് ഫ്രം ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് ഓഫ് കേസ് കാർഡ് ബാങ്ക് ഡാഷ് പെർമിഷൻ ഹാസ് ടു ബി ഒബ്റ്റെയിൻഡ്. ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് എന്താ? ഡിബെഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ബാങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അധികം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യും.
അങ്ങനെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് സ്ഥാപനത്തിലേക്ക് വരും. പക്ഷേ ഡിബഞ്ചർ ഒരു 10-15 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം, അവർക്ക് നിർബന്ധപൂർവ്വം തിരിച്ചു കൊടുത്ത് അവരെ കാശൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മൾ ഡിബഞ്ചറൊക്കെ ഇങ്ങോട്ട് തന്നെ വാങ്ങിക്കണം. അതിനാണ് റിഡംഷൻ എന്ന് പറയും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റിഡംഷൻ. അങ്ങനെ റിഡംഷൻ ചെയ്യുമ്പോൾ കേസ് കാർഡ് ബാങ്കിൻ്റെ റിഡംഷൻ ചെയ്യുമ്പോൾ ആരെ പെർമിഷനാണ് വേണ്ടതെന്ന് വെച്ച്, ആരെ പെർമിഷൻ വേണ്ടത്, ട്രസ്റ്റി. ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, കേസ് കാർഡ് ബാങ്കിൻ്റെ ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, രജിസ്ട്രാറാണ് ട്രസ്റ്റി. ഇനി ചോദിക്കുകയാണ് ഗ്യാരണ്ടിയർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ഗവൺമെൻറ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. ഡിബഞ്ചർ കേസ് കാർഡ് ബാങ്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് അതിൻ്റെ ഗ്യാരണ്ടി നിൽക്കുന്നത് ഗവൺമെൻറ്റും ട്രസ്റ്റി ആയിട്ട് നിൽക്കുന്നത് രജിസ്ട്രാറും ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ, ഏത് ഇതാണ് ട്രേഡ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാന്ന്, ഏതാണ് ട്രേഡ് ഡെപ്പോസിറ്റ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന 2 ഓപ്ഷൻ ഇതിലുണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, കൺസ്യൂമറും ഉണ്ട്. ട്രേഡ് ഡെപ്പോസിറ്റ് ആരാണ്, കൺസ്യൂമറാണ്. ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് കണ്ട ഏത് അർപ്പിക്കണം, കൺസ്യൂമർ. ഒരിക്കലും മാർക്കറ്റ് നമുക്ക് ചിന്തിക്കാൻ പാടില്ല. ട്രേഡ് ഡെപ്പോസിറ്റ് TDC അങ്ങനെ പഠിച്ചു വെക്കുക, TDC, ട്രേഡിൻ്റെ T, ഡീൻ്റെ D, ഡെപ്പോസിറ്റിൻ്റെ D, കൺസ്യൂമറിൻ്റെ C, TDC എന്ന് പഠിക്കുക. ട്രേഡ് ഡെപ്പോസിറ്റ് കൺസ്യൂമർ, TDC. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. അതായത് കേരജം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് റബ്ബർ മാർക്കറ്റിൻ്റെ ആണോ, മാർക്കറ്റ് ഫെഡിൻ്റെ ആണോ, റബ്കോൻ്റെ ആണോ, ഇനി കേര ഫെഡിൻ്റെ ആണോ. അടുത്തൊരു ഓപ്ഷൻ കേര ഫെഡിൻ്റെ, ഉറപ്പായിട്ട് നമ്മൾ കേര ഫെഡ് എന്ന് എഴുതും. അല്ല, അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. കേരജം ഏതിൻ്റെ പ്രൊഡക്റ്റാണ്, മാർക്കറ്റ് ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് കേരജം. മാർക്കറ്റ് ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് കേരജം. ഓക്കെ, കേരജം മാർക്കറ്റ് ഫെഡ് അങ്ങനെ തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലീഡ് ആൻഡ് ലിങ്ക് സ്കീം വാസ് ഫോർമുലേറ്റഡ് ബൈ, ലീഡ് ആൻഡ് ലിങ്ക് സ്കീം, ലീഡ് ബാങ്ക് സ്കീം അല്ലെങ്കിൽ ലീഡ് ലിങ്ക് സ്കീം എന്നൊക്കെ ചോദിക്കും. ഏതാണ്, NCDC, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1963 ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1965. നാഫെഡ്, നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 1958 ഒക്ടോബർ 2. നബാർഡ് 1982 ജൂലൈ 12. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ലീഡ് ആൻഡ് ലിങ്ക് സ്കീം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതണം, NCDC ആണ് ആൻസർ. അടുത്തത്, ദി മെജോറിറ്റി റിക്വയർഡ് ടു പാസ് എ ബൈലോ അമെൻമെൻറ്റ് ഓഫ് കോപ്പറേറ്റ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റിന് വേണ്ടിയിട്ട് എത്ര മെജോറിറ്റി വേണം, 2/3 മെജോറിറ്റിയാണ് വേണ്ടത്. എന്നാൽ നമ്മൾ കോപ്പറേറ്റ് സൊസൈറ്റി ലിക്വിഡേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക വിചാരിക്കുക, അതായത് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് നമ്മൾ നിർത്തിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ മെജോറിറ്റി വേണം, അപ്പോൾ 3/4 ആണ്. 3/4 ആൾ ആകണം. അതല്ല, ബൈലോ അമെൻമെൻ്റ് ആണ് എത്ര മതി, 2/3, 2 ആളുകൾ മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ മാനേജിങ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് അബോവ് 50% ആണ്. ഇനി ചോദിക്കും, നമ്മുടെ ജനറൽ ബോഡിയിൽ കോറം എന്ന് പറയുന്നത് എത്രയാണ്, 1/5 ഓഫ് ടോട്ടൽ മെമ്പേഴ്സ് ആണ്. 1/5, 1/5 മതി. മാനേജിങ് കമ്മിറ്റി ജസ്റ്റ് അബോവ് 50%. ബൈലോ അമെൻമെൻറ്റ് 2/3. ഇനിയോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ 3/4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റെസൊല്യൂഷൻ ടു കണ്ടക്ട് ദി എലക്ഷൻ ഓഫ് കോപ്പറേറ്റ് സൊസൈറ്റി ഷുഡ് ബി ടേക്കൺ അറ്റ് ലീസ്റ്റ് days prior to the expiry of existing committee. നിലവിലുള്ള എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിൻ്റെ 60 ദിവസം മുമ്പെങ്കിലും അവർ പുതിയ ഇലക്ഷൻ നടത്തണ്ടേ, ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പുതിയ കമ്മിറ്റിയുടെ എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ കാലാവധി തീരുന്നതിന് എത്ര ദിവസം മുമ്പാണ് റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത്, ഇലക്ഷൻ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടത് 60 ദിവസം മുമ്പാണ്. ഓക്കെ, ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് വിജിലൻസ് ഓഫീസർ സെക്ഷൻ എത്രയാണ്, 67
എട്ടാണ്. വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68A ആണ്. വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68A ആണ്. 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനാണ് അല്ലേ. 69A കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ എംപവേഴ്സ് ടു രജിസ്ട്രാർ ടു റിസൈൻ ദ റെസൊല്യൂഷൻ ടേക്കൺ ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് രജിസ്ട്രാർ റിസൈൻഡ് റെസൊല്യൂഷൻ? അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. രജിസ്ട്രാർ റിസൈൻഡ് റെസൊല്യൂഷൻ പറഞ്ഞാൽ 176. രജിസ്ട്രാർ റിസൈൻഡ് റെസൊല്യൂഷൻ എന്ന് കണ്ടാൽ പിന്നെ അതിലൊന്നും നോക്കേണ്ടതില്ല. 176. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്ഷൻസ് ആർ ദർ ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1969? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നമുക്കറിയാം അല്ലേ. അതിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചു. എത്ര സെക്ഷൻസ് ഉണ്ട്? 110 സെക്ഷൻസ്. എത്ര റൂളുണ്ട്? 201 റൂളാണ് ഉള്ളത്. ആക്ട് 21 ആണ്. എന്നാണ് ആക്ട് പാസ്സാക്കിയത്? 1969 മെയ് 15. എന്നാണ് റൂള് എഫക്റ്റ് വന്നത്? 1969 ജൂലൈ 14. ജൂലൈ 14 മെയ് 15 എന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജസ്റ്റ് പോർഷൻ ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ലയബിലിറ്റീസ്? ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഏതാണെന്ന ചോദ്യം. ഒരു ബാങ്കിൻ്റെ ഏറ്റവും വലിയ ലയബിലിറ്റി ഏതേക്കാരം? നാട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നില്ലേ, അതിനല്ലേ ബാങ്കിൻ്റെ ഏറ്റവും വലിയ ലയബിലിറ്റി. അതുകൊണ്ട് ഏതാണ്? ഡെപ്പോസിറ്റ്സ് ആണ് ഏറ്റവും വലിയ ലയബിലിറ്റി. ഓക്കെ, ഈ ഷെയർ ക്യാപിറ്റലിനൊന്നും ആവില്ല. ഷെയർ ക്യാപിറ്റലിനേക്കാൾ എത്രയോ വലിയ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് ടാസ്ക് ഫോഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരള ഫോർ ദി സെറ്റിംഗ് അപ്പ് ഓഫ് ദി കേരള കോപ്പറേറ്റീവ് ബാങ്ക്? കേരള ബാങ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ചെയർമാൻ ആരാന്ന ക്വസ്റ്റ്യൻ? മിസ്റ്റർ രവീന്ദ്രനാഥാണ്. എന്നാൽ ചോദിക്കുകയാണ്, കേരള ബാങ്കിൻ്റെ കമ്മിറ്റി ഹെഡ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീറാമാണ്. മിസ്റ്റർ ശ്രീറാമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ രവീന്ദ്രനാഥാണ്. ടാസ്ക് ഫോഴ്സ് ആണ് ഇവിടെ. എന്നാൽ കേരള ബാങ്കിൻ്റെ കമ്മിറ്റി ഹെഡ് ആരോ വെച്ചാൽ ശ്രീറാമാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഓർഡർ ടു? ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ക്യാപിറ്റലിനുള്ളതിനനുസരിച്ചുള്ള റിസ്ക് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് റിസ്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നമ്മൾ ക്യാപിറ്റൽ ബേസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ സ്ട്രെങ്തൻ ക്യാപിറ്റൽ ബേസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ ക്രെഡിറ്റ് കാർഡ് ഇൻ ദി നേച്ചർ ഓഫ് ക്ലീൻ ഓവർ ഡ്രാഫ്റ്റ് ഫോർ മൾട്ടിപർപ്പസ് യൂസ് ഇൻക്ലൂഡിങ് കൺസംഷൻ ഈസ്? ക്രെഡിറ്റ് കാർഡാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ 2 യൂസാണ്, ഇൻക്ലൂഡിങ് കൺസംഷൻ. നമ്മൾ സാധാരണ ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ഉണ്ടാക്കണം? ഒരു ബാങ്കിൽ പോയി KCC ഉണ്ടാക്കണം, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതാണ്, കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. 1998 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓഫറിങ് അഡീഷണൽ സർവീസസ് ടു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈസ് കാൾഡ്? നിലവിലുള്ള കസ്റ്റമേഴ്സിന് അധികം എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? റീറ്റെയിൽ ബാങ്കിങ്, റീറ്റെയിൽ ഡെപ്പോസിറ്റ്, റീറ്റെയിൽ ക്രെഡിറ്റ് ഒന്നുമല്ല, ക്രോസ് സെല്ലിംഗ് എന്നാണ് അതിനെ പറയുക. നിലയിലുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും നമ്മൾ അധികം സർവീസസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രോസ് സെല്ലിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഈസ് ജനറലി ഗിവൺ ഇൻ? നിലവിലുള്ള പ്രൊവിഷൻ തരുന്നത് എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിലാണോ, R&D സ്റ്റേറ്റ്മെൻറ്റിലാണോ, ട്രയൽ ബാലൻസിലാണോ ചോദ്യം? എവിടെയാണ് ഉണ്ടാവുക? ട്രയൽ ബാലൻസിലായിരിക്കും എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്? ക്രെഡിറ്റ് ചെയ്യുക എവിടെയാണെന്ന് വെച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആ പൈസ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്?
അതൊരു എക്സ്പെൻസാണ്, ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസാണ്. അപ്പോൾ എങ്ങനെ എഴുതുക, എന്ത് ചെയ്യുക, പൈസ പോവുകയാണ് ചെയ്യുക അല്ലേ, പൈസ പോവും. അത് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യും, ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക, ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ചിലണ്ട് എങ്ങനെ വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ് ഇയർലിയർ ആൻഡ് സബ്സീക്വൻ്റ്ലി റിസീവ്ഡ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടം, എഴുതി തള്ളി. നമ്മൾ എഴുതി തള്ളി, ഇനി ആ പൈസ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എഴുതി തള്ളി. എന്നിട്ട് ഒരാൾ കൊടുന്ന് തരികയാണ്, നമ്മളിനി കിട്ടില്ല എന്ന് വിചാരിച്ച എമൗണ്ട് ഒരാൾ കൊടുന്ന് തരികയാണെങ്കിൽ അത് ബിസിനസ് ട്രീറ്റ് ചെയ്യുക ഒരു പ്രോഫിറ്റ് ഇല്ലതുപോലെയാണ്, പ്രോഫിറ്റ് കിട്ടുന്ന പോലെയാണ്. കാരണം എന്താ, ഒഴിവാക്കിയ പൈസ തിരിച്ച് കിട്ടുകയല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ, എന്താ ഡെബിറ്റ് ചെയ്യാണ്, ഏതാ ഡെബിറ്റ് ചെയ്യാന്ന് വെച്ച് ഒന്നുമില്ല. നമുക്ക് സാധാരണ സ്ഥാപനത്തിലേക്ക് പൈസ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, എന്താ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ഡെബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ക്യാഷാണ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റേഴ്സ് ടു, പിന്നെ ഒന്നുകിൽ അയാളുടെ പേരാണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ ക്രെഡിറ്റ് ചെയ്യപ്പെടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഇൻ ദി ഇനീഷ്യൽ ഇയേഴ്സ് വിൽ ബി മോർ ഇൻ ദി കേസ് ഓഫ്. ഡിപ്രീസിയേഷൻ തുടക്കത്തിൽ വലിയ എമൗണ്ട് ചാർജ് ചെയ്യും, പിന്നെന്ത് ചെയ്യും, കുറച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഏതാണ്, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര രൂപയാണോ കോസ്റ്റ് വന്നത് അതിനെ ഓരോ വർഷം, ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി അതിന് 10 വർഷം കിട്ടുമെങ്കിൽ ഓരോ വർഷം എന്ത് ചെയ്യും, 1 ലക്ഷം രൂപ വീതം ഒഴിവാക്കുക. അപ്പോൾ എല്ലാ വർഷവും ഒരേപോലെയാണ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റും അതേപോലെ തന്നെയാണ്. പിന്നെ ഇത് ഏതാ മൈലേജ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ്, ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. അതാണെന്ത്, ഇനീഷ്യൽ വിൽ ബി മോർ ഇൻ ദി കേസ് ഓഫ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ആദ്യത്തെ വർഷം ഒരുപാട് വലിയ ഡിപ്രീസിയേഷൻ, പിന്നെ എന്ത് ചെയ്യുന്നു, ആ ബുക്ക് വാല്യൂലുള്ളതിൻ്റെ ഡിപ്രീസിയേഷൻ, പിന്നെ ബുക്ക് വാല്യൂ, അങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു എമൗണ്ടാണ് ഏതിലുണ്ടാവുക, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് ഈസ് എ ഡാഷ് പ്രോഫിറ്റ്. ഫിക്സഡ് അസെറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അസെറ്റ്. കറണ്ട് അസെറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റവന്യൂ പ്രോഫിറ്റ് അല്ലേ. ക്യാപിറ്റൽ അസെറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും, അതുപോലെ തന്നെ റവന്യൂ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മളവിടെ സാധാരണ കറണ്ട് അസെറ്റുകൾ വിൽക്കണം. ഓക്കെ, ക്യാപിറ്റൽ അസെറ്റ് തന്നെയാണ് ഫിക്സ്ഡ് അസെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ഇൻ ദി ഫുട് നോട്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് പെർ ഡാഷ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം, വരച്ചൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റെ താഴെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിന് എഴുതും. അതായത് എന്താ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്, ചിലപ്പോൾ നമുക്ക് കിട്ടാം, ചിലപ്പോൾ നമ്മൾക്ക് ഒരു ബാധ്യതയായി മാറിയേക്കാം, ചിലപ്പോൾ മാറില്ല, ചിലപ്പോൾ നമുക്കറിയാം ഉറപ്പില്ലാത്തൊരു സംഗതിയാണ്, ഒരു ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഉറപ്പില്ലാത്ത ഒരു ലയബിലിറ്റിയാണ് എന്ത്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയാണ് എഴുതുക. എന്തിനാ അത് എഴുതണമെന്ന് ആവശ്യം, എന്തിനാ എഴുതണേ, നമുക്കറിയാം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലൊന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫുൾ ഡിസ്ക്ലോഷർ പ്രകാരമാണ് ഫുട് നോട്ട് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഡാഷ് കോൺസെപ്റ്റ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. നമ്മളൊരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ് ഇപ്പം അടുത്തൊന്നും നിൽക്കില്ല, കുറേ കാലം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ്. എന്താണ് ആ കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിൽ എന്താണ്, ലീഗൽ എൻറ്റിറ്റി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ രണ്ടും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഇതിലേതോ ഒന്ന് മറ്റുള്ളതിന് തുല്യമല്ല, ഡിഫറെൻ്റ് ആയി കിടക്കുന്നുണ്ട്. നോക്കാം. ടു അസർട്ടൈൻ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്, ലെഡ്ജർ അക്കൗണ്ട്സിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുന്നതിന് എന്ത് പറയും, ട്രയൽ ബാലൻസ് അല്ലേ പറയാം. അപ്പോൾ ഇത് ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതും ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്
ടു ഫൈൻഡ് ഔട്ട് സോൾവൻസി പൊസിഷൻ ഓഫ് ദി ബിസിനസ്സിൻ്റെ സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് കൊടുത്ത് വീട്ടാനുള്ള കഴിവ് നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിനല്ലല്ലോ നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കാം, ടു ഹെൽപ്പ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് സോൾവൻസി പൊസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇതൊന്നല്ല നോക്കുക, അത് ലിക്വിഡിറ്റി റേഷ്യോ ഒക്കെ പറഞ്ഞിട്ട് റേഷ്യോ അനാലിസിലാണ് ഇത് വരിക. സോൾവൻസി പൊസിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വൺ സൈഡഡ് എറർ. ഒരു ഭാഗത്ത് മാത്രം എറർ സംഭവിച്ചതാണ്. ഒന്നാമത് നോക്ക്, മെഷീനറി സോൾഡ് ഈസ് ട്രീറ്റഡ് ആസ് സെയിൽസ്. മെഷീനറി വിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഫിക്സ്ഡ് അസറ്റ് വിൽക്കുകയാണ്, അതൊരിക്കലും സെയിൽസ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ട്രീറ്റ് ചെയ്തു. ഇവിടെ ശരിക്കും ചെയ്യാനായിട്ട് വരേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി ആണ്. പക്ഷെ ഇവിടെ എഴുതിയിട്ടുണ്ടാവുക എന്തായിരിക്കും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആയിരിക്കും അല്ലേ. അത് തെറ്റാണ്. പക്ഷെ വൺ സൈഡ് മാത്രമേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ഇല്ലോടത്ത് എന്ത് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി ഇല്ലോടത്ത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആയി മാറി. അടുത്തത്, ഫർണിച്ചർ പർച്ചേസ് ഇറ്റ് ആസ് പർച്ചേസ്. ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ എഴുതേണ്ടത്, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. ഇവരെന്തൊക്കെ എഴുതിയിട്ടുണ്ടാവുക, ട്രീറ്റഡ് ആസ് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോഴും വൺ സൈഡ് എററാണ്. അതായത് എന്ത് ചെയ്തു, ഫിക്സഡ് ഉള്ളത് കറണ്ടായി. ഇവിടെ അത് തന്നെ ഫിക്സഡ് ഉള്ളത് കറണ്ട് അസറ്റ് പോലെയായി. അടുത്ത് നോക്കാം, വിഡ്രോവൽ ബൈ പ്രൊപ്പറൈറ്റർ ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്. അതാണ് വൺ സൈഡ് എറർ. അതും എന്തല്ല, ഡബിൾ സൈഡ് തന്നെയാണ്. കാരണം എന്താണ്, വിഡ്രോവൽ ബൈ പ്രൊപ്പറൈറ്റർ വിഡ്രോവൽ ചെയ്യാണ് പൈസ, അതെന്ത് ചെയ്തു, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. പൈസ അവിടെ നിന്ന് പോകുന്നതല്ലേ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എഴുതേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എഴുതേണ്ട സമയത്ത് അവരത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതും വൺ സൈഡ് അല്ല. അടുത്തത്, ക്യാഷ് റെസീവ്ഡ് ഫ്രം അജയൻ ഡെബിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്. ക്യാഷ് റെസീവ്ഡ് ഫ്രം അജയൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടി, എന്നിട്ട് അതെന്ത് ചെയ്തു, ഡെബിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്, അയാളെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തു. അയാളെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്, ക്രെഡിറ്റ് ചെയ്യല്ലേ വേണ്ടത് അല്ലേ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കിട്ടിയല്ലേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അജയൻ അക്കൗണ്ട്, അജയൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇതാണ് വൺ സൈഡ് എറർ. ഇതൊക്കെ മിസ്റ്റേക്കുകൾ തന്നെയാണ്, പക്ഷെ വൺ സൈഡ് എറർ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ആഫ്റ്റർ റെഡ്യൂസിങ് ഡിപ്രീസിയേഷൻ ഇസ് കാൾഡ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള ആ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വിലയെ എന്ത് പറയുന്ന. ഇപ്പോൾ മെഷീനറിക്ക് 10 ലക്ഷം രൂപ വിലയുണ്ട്, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 1 ലക്ഷമാണ്. അപ്പോൾ ആ 10 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം രൂപ കുറച്ച് ബാക്കിയുള്ള 9 ലക്ഷം രൂപ ഉണ്ടാവും അല്ലേ. ആ 9 ലക്ഷം രൂപയ്ക്ക് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. എന്താണ്, ബുക്ക് വാല്യൂ ആണ്. എന്താണ്, ബുക്ക് വാല്യൂ ആണ് പറയാം. എന്നാൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അസറ്റിന് അപ്പം മാർക്കറ്റിൽ എത്ര വിലയാണുള്ളത്, അതാണെന്ത് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, ബുക്ക് വാല്യൂ ആണ്, മാർക്കറ്റ് വാല്യൂ അല്ല. ഡിപ്രീസിയേഷൻ കുറച്ച് എമൗണ്ട് പറയുന്ന പേര് ബുക്ക് വാല്യൂ ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ അസറ്റ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള പൈസയാണ്. ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെത്രയാണ് വാല്യൂ ഉള്ളത് അത് തന്നെ. അപ്പോൾ 80 ക്വസ്റ്റ്യന് ആണ് നമ്മളിപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തത്. ഇതിലെ GK, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലും കുറച്ച് GK, മാത്സ് ഒക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.